തിരിച്ചറിയുന്നവനാ തന്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കി മാറ്റുന്നത്. അത് തിരിച്ചറിയുന്ന തന്റെ ജീവിതത്തിൽ ബ്യൂട്ടിഫുൾ ലൈഫ് നയിക്കാൻ കഴിയുന്നത്. ഇല്ലാത്തവൻ ജീവിതാവസാനം വരെ മുള്ളും പക്കരയും മുളപ്പിച്ചുകൊണ്ടിരിക്കും. ആത്മാവിന്റെ രക്ഷ സഹോദരൻ നിന്റെ രക്ഷ, ആത്മാവിന്റെ രക്ഷ സഹോദരി നിന്റെ രക്ഷ, നിന്റെ കുടുംബത്തിന്റെ രക്ഷ, നിന്റെ ആത്മാവിന്റെ രക്ഷ. നീ എത്ര ചുറ്റി പിടിച്ചാലും, നീ എത്ര സേവ ചെയ്താലും നിന്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. അത് കഴിയുന്നവരേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ അകത്തട്ടിയല്ല പറയുന്നത്. ഈ ലോകത്തിൽ മറ്റു പലരും പുറകെ പോയി ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു ഞാൻ. എനിക്ക് സമാധാനം നേടിത്തന്നത്, എന്റെ ജീവിതത്തിൽ അർത്ഥം നേടിത്തന്നത് ആ നസ്രയനായ യേശു. ഇത് സ്വീകരിക്കുന്നതാണോ? ഇത് സ്വീകരിക്കുന്നതാണോ? ഞാൻ ബന്ധുക്കോസുമാരത്തിൽ ജനിച്ചു വന്നിട്ടുള്ള, പക്ഷെ എന്നെ അപ്പനെ കണ്ടോ അതുകൊണ്ട് എന്റെ ആത്മാവിന് സമാധാനം കിട്ടി തുടങ്ങി, എന്റെ പ്രാണന് സമാധാനം കിട്ടി തുടങ്ങി, എന്റെ പ്രാണൻ തണുത്തു തുടങ്ങി. എന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. നാട്ടുകാർ മൊത്തം തള്ളിക്കളഞ്ഞു. എന്റെ അപ്പനെ വീട്ടുകാരും വീട്ടുകാരും ഓടെ കിടന്ന് വയസ്സ് കൊച്ചു പറഞ്ഞു. അന്ന് വിചാരിച്ചു എന്റെ ജീവിതത്തിന്റെ അർത്ഥം തീർന്നു, എന്റെ ജീവിതം അവസാനിച്ചു. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഏതെങ്കിലും ജയിൽ പോലീസിന്റെ അകത്ത് ജയിലിൽ പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിന്റെ അർത്ഥം തീർന്നു, എന്റെ ജീവിതം അവസാനിച്ചു. നാഥൻ എന്റെ അടുത്ത് വന്ന് തീരില്ല, നിന്റെ ആത്മാവിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നുണ്ട്. നീ ശാപത്തിന്റെ കീഴിലില്ല, നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നീ ചെയ്യുന്നതിനെല്ലാം നീ ക്ഷാമകാലത്തിൽ വെച്ചാലും 100 പേരെയായി കൊയ്യും. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ക്ഷാമകാലത്തിൽ വെച്ചാലും നീ 100 പേര് കൊയ്യും. നീ ക്ഷാമത്തിന്റെ കീഴിലല്ല, നീ ആത്മാവിന്റെ കീഴില. എന്റെ പ്രിയ സഹോദരാ, ആത്മാവിന് വേണ്ടി കരുതാനുള്ള അവസരമായില്ല, ആത്മാവിന് വേണ്ടി പണിക്കാനുള്ള അവസരമായില്ല. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന് വേണ്ടി പലതും പണിയുമ്പോ അവസാനം യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുക, 2 പേർ വീട് പണിതു. ഒരാൾ മണലിൽ പണിതു, ഒരാൾ പാറപ്പുറത്ത് പണിതു. പാറ എന്ന് പറയുന്നത് മനുഷ്യൻ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ യേശു ക്രിസ്തു. അവന്റെ പുറത്ത് വീട് പണിതു. അതുവരെ ആർക്കും ഭയം തട്ടിയില്ല, പണി കഴിയുന്നവരെ ആർക്കും ഭയം തട്ടിയില്ല. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അവരുടെ പ്രതികൂലം വന്നു, വെള്ളം ഉയർന്നു, കാറ്റടിച്ചു. 53 സങ്കീർത്തനങ്ങളിൽ എഴുതുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന വല്ല ബുദ്ധിമാനുണ്ടോ എന്ന്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി, ഇല്ല, ആരുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായി താൻ താന്റെ വഴി അന്വേഷിച്ച് മുമ്പോട്ട് കടന്നു പോകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക, വീട്ടിൽ പോയി വായിക്കണമേ. 53 സങ്കീർത്തനം. ഒരു സമയത്ത് ഭയമില്ലാതിരുന്നവർക്ക് മഹാഭയമുണ്ടായി. ഭയമില്ലെന്ന് വിചാരിച്ചിരിക്കരുത്, എന്റെ പണിയെല്ലാം നല്ലതാണെന്ന് വിചാരിച്ചിരിക്കരുത്. ഭയമില്ലാതിരുന്നിടത്ത് മഹാഭയമുണ്ടായി. വെള്ളം പോകുന്ന ഒരു ദിവസം വരും, കാറ്റടിക്കുന്ന ഒരു ദിവസം വരും. പാറമേൽ പണിത വീട് നിന്റെ ആത്മാവിനെ കാക്കും. പാറമേൽ വീട് പണിതിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കും. പാറമേൽ വീട് പണിതില്ല, ഈ ലോകത്തിലെ മണ്ണുകൊണ്ട് അത് പണിതിരിക്കുന്നെങ്കിൽ മണ്ണ് ഈ ലോകത്തെ കാണിക്കുന്നത്, പാറ ക്രിസ്തുവിനെ. മണ്ണെന്ന് പറയുന്നത് ഇല്ലാണ്ടായി പോകുന്നതാ, അത് ആദം പണിതതാ, മണ്ണിൽ പണിതതാ അല്ലേ? ഈ മണ്ണാകുന്നത് കൊണ്ട് മണ്ണിൽ പണിതൊക്കെ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയാവും. പാറ പുറത്ത് പണിയുന്നത് ഇന്ന് പ്രധാനമന്ത്രി തീരുമാനമെടുക്കാം. സമയം പോയി. ഈ കർത്തവേഷം നമ്മളെ വിളിച്ചു പറയുന്നത് സ്വാതന്ത്ര്യമാണ്. വിളിച്ചു പറയുന്നത് ഈ കർത്തവേഷം നമ്മളെ വിളിച്ചു പറയുന്നത് ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ്. പാറപ്പുറത്ത് പണിയണം.